സുജിത്തിന് നേരെ നടന്നത് തീവ്രവാദ ക്യാമ്പുകളിൽ ചെയ്യാത്ത ക്രൂരത. മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പോലീസുകാരെ പുറത്താക്കിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകും. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സുജിത്ത് നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്ന് സതീശൻ പറഞ്ഞു. ക്രിമിനലുകൾ പോലും ചെയ്യാത്ത കാര്യമാണ് പോലീസുകാർ ചെയ്തത്. മർദ്ദിച്ചിട്ടും മതിവരാത്ത രീതിയിൽ സുജിത്തിനെ പോലീസുകാർ മർദ്ദിച്ച് അവശനാക്കി. അത് പോരാതെയാണ് കള്ളക്കേസിൽ കുടുക്കിയത്. SI ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. പുതിയ കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നതെന്ന് ഓർക്കണം. സുജിത്തിനെ മർദ്ദിച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതുപോലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത്. ആ ഉപജാപക സംഘത്തിന്റെ വക്താവായി DIG മാറരുത്. കേരളത്തിലെ പോലീസ് ഇത്രമാത്രം വഷളായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടാണുള്ളത്. പ്രതിപട്ടികയിൽ പോലും ഉൾപ്പെടുത്താതെ പോലീസുകാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നത്. CPM ജില്ലാ കമ്മിറ്റിയും അതിന് പിന്നിലുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ട്. വിവരാവകാശ രേഖ പ്രകാരം വീഡിയോ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഈ സംഭവം പുറത്തറിയില്ലായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. കേരള പോലീസ് നിരപരാധിയായ ചെറുപ്പക്കാരോട് ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത മർദ്ദന മുറകളാണ് അഴിച്ചുവിട്ടത്. സുജിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മർദ്ദനം ആവർത്തിച്ചിട്ടും മതി വരുന്നില്ല. സുജിത്ത് മദ്യപിച്ചെന്ന ആരോപണം പരിശോധനയുടെ തെറ്റാണെന്ന് തെളിഞ്ഞു. മനഃപൂർവ്വം മർദ്ദിക്കുകയായിരുന്നു. കസ്റ്റഡി പീഡനമാണ് നടന്നത്. പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം. പ്രതികളെ സർവീസിൽ നിന്ന് പുറത്താക്കണം. പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുകാരെ രക്ഷപ്പെടുത്തുന്നതിൽ CPM ജില്ലാ കമ്മിറ്റി വരെ ശ്രമം നടത്തി. മുതിർന്ന നേതാക്കളും മുതിർന്ന ഉദ്യോഗസ്ഥരും ഇതിലുണ്ട്. കേരളത്തിലെ പോലീസ് ഇത്രയും വഷളായ കാലഘട്ടം ചരിത്രത്തിലുണ്ടായിട്ടില്ല. എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാർ സേനയിലുണ്ട്. സേനയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. തീവ്രവാദികളുടെ ക്യാമ്പുകളിൽ ചെയ്യാത്ത ക്രൂരതയാണിത്. ഈ സംഭവത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി.